everyone, welcome to my YouTube channel. ഞാൻ രഞ്ജനി ഹരിദാസ് ആൻഡ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ കുക്കിംഗ് ബ്ലോഗ്സ് ഒക്കെ ചെയ്തു തുടങ്ങിയല്ലോ. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തിരിക്കുന്ന ഏറ്റവും ഡിസാസ്ട്രസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ടോപ്പ് 2 the ones I've chosen are one, my മോര് കറി. It was so bad. And രണ്ടാമത്തത് a bread baking incident. My God, that was absolutely insane. So anyway, I really need to learn how to bake. പക്ഷേ ഈ ഓൺലൈൻ റെസിപ്പീസ് നോക്കിയിട്ട് എന്നെ കൊണ്ടൊന്നും ആവില്ല. So today I've got a little friend who's coming over to teach me how to bake a 3-layered vanilla cake. ചെറിയൊന്നുമില്ല, നേരെ കൊമ്പത്ത് കയറി ഞാൻ പിടിച്ചിരിക്കുന്നത്. But whatever it is, ഞാനല്ല ചെയ്യുന്നത്. My little friend is doing it. So let's see how she does it and hopefully we'll learn something from it. Are you guys ready for the 3-layered vanilla cake, people? Let's watch. So, എൻ്റെ ലിറ്റിൽ ഫ്രണ്ട് ഉണ്ടാക്കുന്ന 3-layered vanilla കേക്കിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആർ, ക്വാണ്ടിറ്റി ഒന്നും എനിക്കറിയത്തില്ല, എത്രയോ ബട്ടർ, ഷുഗർ, egg whites 4 തോന്നുന്നു. You need of course all purpose flour. You need some baking powder, some baking soda and some milk. ഇതിൻ്റെ ക്വാണ്ടിറ്റീസ് ഒക്കെ ഞാൻ എഴുതി കാണിക്കാം കേട്ടോ, അല്ലേ? So now ഈ oven നമ്മൾ ആദ്യം preheat ചെയ്യണം, എന്നാൽ മാത്രമേ it will be ready in time for the cake batter. So we start with setting the mode. ഒരു 180 degrees Celsiusൽ നമുക്കത് സെറ്റ് ചെയ്യാം. Yeah, and timer preheat ആയതുകൊണ്ട് doesn't matter, നമുക്ക് ടൈമിംഗ് ചേഞ്ച് ചെയ്യാം. Let's keep it for an hour. ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നാണ്, I have no idea. Of course, നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ you need all sorts of like baking equipment. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ പണി പാളും. സോ ആദ്യം ചെയ്യേണ്ടത്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞിരിക്കുന്നു, യു പുട്ട് അബൌട്ട് 330 grams ഓഫ് ബട്ടർ ആൻഡ് മിക്സ് ഇറ്റ് വിത്ത് ദ ഷുഗർ. ആൻഡ് ഷുഗർ ഒരു 2.5 cups ഓഫ് ഷുഗർ ഉണ്ട്. സോ രണ്ടും കൂടെ നന്നായിട്ട് നമ്മളുടെ ഇലക്ട്രിക് മിക്സർ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് നമ്മളുടെ ഒരു ഷുഗർ, അത് ഒരു സീവ് യൂസ് ചെയ്തിട്ട് നമ്മൾ യു ഹാവ് ടു സിഫ്റ്റ് ഇറ്റ്, ബിക്കോസ് അത് ഗ്രാനുലേറ്റഡ് ആവാതിരിക്കാൻ, ജസ്റ്റ് ടു മേക്ക് ഷുവർ ഇറ്റ്സ് റിയലി സ്മൂത്ത് ആൻഡ് സോഫ്റ്റ്. യു ഗോ. പാത്രത്തിൽ മാത്രമല്ല വീഴുന്നത്, ബാക്കി എല്ലായിടത്തും വീഴുന്നുണ്ട്. എന്നെ കൊണ്ട് ഒരു പരിപാടി വരെയൊക്കെ ചെയ്യാൻ പറ്റില്ല. സിവായിക്ക് ആങ്കറിങ്, ഐ തിങ്ക്. ഓക്കെ, എനിവേ whatever guys, here it's done. Okay, so next up, നല്ലൊരു വിസ്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ കട എടുക്കുക, like we did from the 11th floor, and whisk up the butter and sugar mix. കുറേ നേരം ചെയ്യണം. So my friend is doing it and another friend wants to do it. പക്ഷേ നമുക്ക് വീഡിയോ മാത്രം മതി. Looks nice. പക്ഷെ നന്നായി ചെയ്യണം, തരി ഉണ്ട്. ബഡി ബഡി നോക്ക് ബഡി, ഇതെന്താ നോക്ക് ബഡി, ഇത് കഴിച്ചു നോക്ക് ബഡി. You love it. Buddy loves it. Yay. നന്നായി കുറേ നേരം മിക്സ് ചെയ്യണം. ഇതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ വേണമെന്ന് പറയുന്നത്. മാനുവലി ഇത് ചെയ്താൽ ഒരു കയ്യിൽ മാത്രമേ മസി ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ഇത് വിസ്ക് ചെയ്തതിനിടയിൽ യു ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ഫോർ എ ബിറ്റ്, ആൻഡ് ഇതിനൊരു സ്പാച്ചുല കൊണ്ട് യു ജസ്റ്റ് ലൈക്ക് ഫോൾഡ് ഇറ്റ് വൺസ്. എല്ലാ സൈഡും അത് കറക്റ്റായിട്ട് വിസ്കിൽ അടുത്തെത്താൻ, ഐ ഗെസ്, അല്ലേ? ഐ ഗെസ് സോ. Oh, still looks so yummy. ഇത് മാത്രം കഴിച്ചാൽ പോരെ? You don't need a cake. Yeah, we just eat this. So now, once you finish folding this once, വീണ്ടും ഒന്നുകൂടെ whisk ചെയ്യാം. Cool. Buddy's having a field day. മതി ട്ടാ, മതി. അയ്യോ, നല്ലതാണോ? Our first mixിലേക്ക് now you have to add 4 egg whites and നമ്മളുടെ vanilla essence in 3 teaspoon and beat it with the beater ഒരു medium speed. Cool. So that's the egg whites, vanilla extract in our batter. So ഇനി 1 മിനിറ്റത്തേക്ക് you have to mix it with the beater on medium speed. Let's go. എല്ലാ സ്റ്റെപ്പിലും ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമുക്ക് കസ്റ്റമറി ആയി ചെയ്യേണ്ട കാര്യം we have to do. So let's do this, girls.
So ഇനി അടുത്തൊരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ 3 cup ഫ്ലവറിൽ വി നീഡ് ടു പുട്ട് അബൌട്ട് 1/4 ടീസ്പൂൺ ഓഫ് ബേക്കിംഗ് സോഡ ആൻഡ് ഒരു 2 and 3/4 ടീസ്പൂൺ ഓഫ് ഡബിൾ ആക്ടിങ് ബേക്കിംഗ് പൗഡർ. ഡബിൾ ആക്ടിംഗ് എന്ന് പറയുമ്പം നമ്മൾ അതിന്റെ ഹാഫ് ആക്കണോ അതോ സെയിം തന്നെ ഫോളോ ചെയ്യണോ എന്നറിയില്ല. സോ വി ജസ്റ്റ് ഗോണ ഗോ ആസ് according to our intuition. കറക്റ്റ്. സോ നമ്മളുടെ ആ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ആൻഡ് ഓൾ പർപ്പസ് ഫ്ലവർ മിക്സ് വി ഹാവ് ടു ലൈക്ക് mix it properly. ഇനി ഇതിൽ നിന്നും ഉള്ള ഒരു 1/3 പോർഷൻ നമ്മൾ ആ നേരത്തെ മിക്സ് ചെയ്ത ആ ബാറ്ററിന്റെ കൂടെ അതിലിട്ടിട്ട് യു ഹാവ് ടു മിക്സ് ഇറ്റ് ടുഗദർ. സോ ഒരു 1 cup ആണ് ഇട്ടിരിക്കുന്നത് ആൻഡ് മിക്സ് ഇറ്റ്. ഓക്കെ, സോ ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവുമ്പം അതൊന്ന് ഇൻകോപ്പറേറ്റ് ആവുമ്പം ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഒരു 1/2 ഗ്ലാസ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മിൽക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഒരു 1/2 ഗ്ലാസ് ഇതിലേക്ക് ഒഴിക്കുക. സോ നമ്മൾ മിൽക്ക് ആഡ് ചെയ്തിട്ട് വി ആർ ജസ്റ്റ് മിക്സിങ് ടുഗദർ. സോ അത് ആദ്യത്തെ ആ ഒരു ഇതിക്ക് നന്നായി വിസ്കായി വരുമ്പം നമ്മൾ അടുത്ത ഒരു 1 cup ഓഫ് ഫ്ലവർ ആഡ് ചെയ്യണം ആൻഡ് ദെൻ മിക്സ് ഇറ്റ് അഗൈൻ, ആഡ് ദ മിൽക്ക്, വീണ്ടും മിക്സ് ചെയ്യുക, അടുത്ത ഒരു ബാക്കി ആഡ് ചെയ്യുക. സോ കീപ് ഡൂയിങ് ദിസ് ടിൽ ഓൾ ദ പ്രോഡക്ട്സ് അല്ല ഓൾ ദ ഇൻഗ്രീഡിയൻസ് ആർ മിക്സ് ടുഗദർ. ഓക്കെ, സോ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ഉണ്ട്. ഇറ്റ്സ് ഹെർ സീക്രറ്റ്. ആദ്യത്തും പറയുന്നൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ ഫുൾ ചീറ്റർ ആയതുകൊണ്ട് ഐ ടെൽ യു ഗൈസ്. ഓക്കെ, സോൾട്ട്. യു ആഡ് സം സോൾട്ട് ടു ബാലൻസ് ദ ഫ്ലേവേഴ്സ്. എൻ്റെ മറ്റേ സാൻഡ്വിച്ച് പോലെ ഓർമ്മയുണ്ടോ? സോ ആഡ്. നേരത്തെ ഞങ്ങൾ ഇട്ട് ഞാൻ അവരുടെ കാണിച്ചതാട്ടോ. ഓ, ദാറ്റ്സ് ലുക്കിംഗ് ലവ്ലി. ഇതുപോലെ കൺസിസ്റ്റൻസി ആയിരിക്കും. ഓക്കെ, സോ നന്നായി ബീറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഒരു ഫൈനൽ കൺസിസ്റ്റൻസി ഇങ്ങനെ ആയിരിക്കണം. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറയാം. ആൻഡ് ഡെഫിനറ്റ്ലി ടേസ്റ്റ് ആൻഡ് സീ അഗൈൻ. ഓക്കെ, സോ 3 ലെയർ കേക്ക് ആണ്. സോ വീവ് ഗോട്ട് 3 പാൻസ്. അത് നമ്മുടെ ബേക്കിംഗ് പേപ്പർ വെച്ച് ആദ്യം തന്നെ ലൈൻ ചെയ്യുക. വീവ് ഡൺ 1, വീവ് ഗോട്ട് ടു ഡു ദി അതർ 2. ലെറ്റ്സ് ഗെറ്റ് ഓൺ വിത്ത് ഇറ്റ്. ഓക്കെ, സോ ഇനി ആ 3 നമ്മൾ പാർച്ച്മെന്റ് പേപ്പർ വെച്ച് ആ baking pans butter area, just grease it before you put the batter in. Just enough so it doesn't stick. ഈ ഓരോ പാൻസിലേക്കും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ബാറ്റർ ഈക്വലി യു ട്രാൻസ്ഫർ ഇറ്റ് ആൻഡ് ദെൻ അതിനെ നല്ല ഭംഗിയാക്കി ക്ലീൻ ആക്കി അപ്പിയറൻസ് കൊടുക്കുക. എവറിത്തിങ് ഈസ് അബൌട്ട് ദ ലുക്സ്, നോ? So now finally namalde 3 pans of cake batter, we put it into the oven one by one. Kai sukshikanam, better to wear mitts like my friend has. Let's put the other one too. Appada namalde 3 pans, the 3 layers of the cake are separately cooking oro pans la, and oru 20 minutes cook time madi, pakshe you have to keep checking on it every 5 minutes nanu parayunnathu. So hopefully this doesn't become a column because I am not doing it. So ഇടയ്ക്ക് വന്ന് യു കീപ് ചെക്കിംഗ് ഓൺ ദ കേക്ക് ബിക്കോസ് ഇപ്പം കാണാം ഇറ്റ്സ് ബബ്ലിംഗ്. പതുക്കെ റൈസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. സോ ഇടയ്ക്ക് വന്ന് നോക്കിക്കൊണ്ടിരിക്കണം. ആൻഡ് ദെൻ ഒരു ഫോക്ക് വെച്ചിട്ട് യു കൻ ജസ്റ്റ് സീ വെയർ ഇറ്റ് ഇസ് ആറ്റ്. സോ ആസ് യു കൻ സീ ഞങ്ങൾ ഓൾറെഡി കുത്തി നോക്കി. കുറച്ചുകൂടെ ആവണം. ഓക്കെ, സോ നമ്മളുടെ കേക്ക് ഐ തിങ്ക് ഇറ്റ് ലുക്സ് റെഡി. 3 തിക്നെസ് വേറെ ആയതുകൊണ്ട് കുറച്ച് അതിൻ്റെ ഒരു കുക്ക് ടൈം വ്യത്യാസം ഉണ്ടായിരുന്നു. ബട്ട് ലുക്സ് ലൈക്ക് ഓൾ ഓഫ് ദം ആർ കൈൻഡ് റെഡി. സോ വി ഗോണ ടേക്ക് ദം ഔട്ട്. ഓക്കെ, സോ നമ്മുടെ 3 കേക്ക് ലെയേഴ്സ് നമ്മൾ പുറത്തെടുത്തു. ആൻഡ് ജസ്റ്റ് ടു ഷോ യു ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഡൺ. ഓസം ലിറ്റിൽ ഷെഫ്. ഓക്കെ, സോ ഇനി അടുത്തത് ഈ ഒരു കേക്കിന്റെ ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യേണ്ടത്. സോ ഫ്രോസ്റ്റിംഗ് ഈസ് എവറി കിഡ്സ് ഫേവറേറ്റ് പാർട്ട്, ഐസിങ് ബേസിക്കലി. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ യു നീഡ് ബട്ടർ ആൻഡ് ഷുഗർ ആൻഡ് യു മിക്സ് ഇറ്റ്. അപ്പോൾ ബട്ടർ എടുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എടുക്കണം. സോ ഒന്നെങ്കിൽ അത് പുറത്ത് വെക്കുക നേരത്തെ, നമ്മുടെ ഈ ചൂടിൽ അത് മെൽറ്റ് ആയിക്കോളും. അല്ലെങ്കിൽ you can put it in the microwave for a few like 5, 10, 20 seconds. ആൻഡ് ഈ ഒരു കൺസിസ്റ്റൻസി കൂടുതൽ ലിക്വിഡി ആവരുത്. ആയാൽ ഐസിങ് കൊള്ളാവുമല്ലോ, obviously, right? Most of the time people pipe it. അല്ലെങ്കിൽ നമുക്ക് you can use a spatula and put it onto your cake. Right, now let's mix the two. So നമ്മുടെ ആ ബട്ടർ മിക്സിലേക്ക് we've got so much sugar that someone's bought nicely and granulated, അല്ല എന്താ പറയുക,
ഗ്രാനുലേറ്റഡ് അല്ല, what do you call this? Confection. Powdered it for us. അപ്പം അത് ഇതിലേക്ക് ആഡ് ചെയ്യുക. The quantity and all you guys just decide. I mean, come on, it's frosting. So 2 cups, 5 cups, 10 cups, do what you want. അപ്പോൾ ഇതിലേക്ക് just keep adding sugar, keep whisking till you think the taste is about right. So നമ്മളുടെ ആ sugar and butter mix ചെയ്തുകൊണ്ടിരിക്കുമ്പം just to make it slightly more fluffier, you can add like ഒരു 1/2 teaspoon, 1 teaspoon of milk just for horror. So ഇത് beat ചെയ്തുകൊണ്ടിരിക്കുമ്പം you can do a test. It's definitely very very tasty. കൂടുതൽ sugar ഒന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ the only mistake that I did was that എൻ്റെ അടുത്ത് ഇത് അരിച്ചു കൊടുക്കാൻ പറഞ്ഞു, ലൈക്ക് ഈ പഞ്ചസാര സീവിലൂടെ. അത് നമ്മൾ ചെയ്യുമോ? ഹു ഹാസ് ടൈം ഫോർ ഓൾ ദാറ്റ്? നിങ്ങൾ ചെയ്യുമ്പം അരിക്കണേ. സോ മറ്റൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഈസ് വനില എക്സ്ട്രാക്ട്. നമ്മുടെ ഈ ഫ്രോസ്റ്റിംഗിലേക്ക് യു പുട്ട് എ ലിറ്റിൽ ബിറ്റ്. ഞങ്ങൾ ഓൾറെഡി കണ്ടിന്യൂ വിപ്പിംഗ് ഇറ്റ്. Okay, so this is the butter cream. അത് റെഡി ആയെങ്കിൽ you can directly either put it onto the cake or കുറച്ചുകൂടെ ഡ്രാമ വേണമെങ്കിൽ you can put food color as well. അപ്പോൾ ഓരോ ലെയറിന് ഓരോ കളർ കൊടുക്കാം, however you want to. So my little friend എന്താ ചെയ്യാൻ പോകുന്നത്? Let's watch. Okay, so നമ്മൾ ആ ബട്ടർ ക്രീം 3 ഡിഫറെൻറ്റ് ബോൾസിലേക്ക് മാറ്റി, ബിക്കോസ് 3 ഡിഫറെൻറ്റ് കളേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത്. And we've kept some extra in case of emergencies. Now let's add the food coloring and see what happens. Okay, so red, blue and purple food coloring ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് to the butter cream. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് add a couple of drops of each of the colors respectively to each of the bowls. Okay, so one bowl നമ്മൾ ഈ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ മറ്റു 2 കളേഴ്സ് ആഡ് ചെയ്തതിനു ശേഷം I'll show you. Okay, because എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മക്കളെ. So there you go, 3 colors frosting for the 3 layers of cake. Oru kind of frozen blue, oru baby pink, and a mix of like under colors gives us like a shade of lavender, purple. Awesome work. So food color added in shesham, it's a good idea to whisk all the 3. Adu korchuda smooth avan, korchuda fluffy avan, and for the colors to blend properly. അപ്പം നമ്മുടെ പാൻസിൽ നിന്നും they have transferred the 3 layers. First layer, second layer, third layer ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനി what's the plan next എന്ന് let's keep watching. ഫ്രോസ്റ്റിംഗ് ഇടുകയാണല്ലോ obviously, പക്ഷേ ഇത് സെയിം ലെവൽ ആക്കുമായിരിക്കും probably. Okay, so കേക്ക് ലെവൽ ചെയ്തതിന് ശേഷം ഞങ്ങളൊന്ന് മറിച്ചു, because the base this is stronger and ഞങ്ങൾ കട്ട് ചെയ്തപ്പോൾ കുറച്ച് അണിവനൊക്കെ ആയിപ്പോയി obviously. But now it's all going to be fine after we put the frosting. So look at the cake right now, and after frosting I'll show you. Oro layers separately on nadikala bhagam you put the regular colored butter cream, and then outside areas you put the colored frosting. Can I just do contour? And here is our 3-layer vanilla cake, everybody. Absolutely beautifully decorate ചെയ്ത ഒരു കേക്ക് ആണ് ചെയ്തിരിക്കുന്നത്. കുറേ സമയം എടുത്തു, ഒരു 4-5 o'clock തുടങ്ങി, പിന്നെ ഉണ്ടാക്കി വന്നപ്പോൾ ബട്ടർ ക്രീം കുറഞ്ഞു പോയി. അപ്പോൾ അത് വീണ്ടും ഒരു ബാച്ച് ഉണ്ടാക്കേണ്ടി വന്നു. ബട്ട് വട്ട് എവർ ഇറ്റ് ഈസ്, ദി എൻഡ് റിസൾട്ട് വാസ് കംപ്ലീറ്റ്ലി വർത്ത് ഇറ്റ്. ആൻഡ് ദിസ് ഈസ് ദ 3-layered vanilla cake she's taught me make. ഈ ഒരു പ്രായത്തിൽ to be such a beautiful talented chef എന്ന് പറയുന്നത് is spectacular. And look how she's decorated it. Wow. സ്പ്രിങ്കിൾസും ഫ്രോസ്റ്റിംഗ് കളറും പേൾസും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പാഷൻ ഉള്ളവർക്ക് ഈവൻ ഇഫ് ദേ ആർ യങ് എന്ത് ബ്യൂട്ടിഫുള്ളി ബേക്ക് ചെയ്യാമെന്നതിനുള്ളൊരു ഐഡിയൽ എക്സാമ്പിൾ കൂടെയാണ്. So yeah, that's it for me today, you guys. I'm going to eat the cake and let you know how it is.